89.6 FM Sargakshetra. Happy Hours brought to you by മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. ഹാപ്പി അവേഴ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സേതുവാണ് കൂടെ ഉള്ളത്. ഇന്ന് എന്റെ കൂടെയുള്ള ഒരാള് ശേഷിപ്പുകൾ എന്ന സിനിമയുടെ സംവിധായകൻ KP പ്രസാദ് സാറാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. നമ്മൾ ഇന്ന് നമ്മുടെ സിനിമയുടെ ശേഷിപ്പുകൾ സിനിമയുടെ 2 പാട്ടുകൾ നമ്മൾ സർഗക്ഷേത്ര 89.6 FM ലോഞ്ച് ചെയ്യാൻ പോവാണ് അല്ലെ? തീർച്ചയായിട്ടും. ഏറെ സന്തോഷമുള്ളൊരു ദിനത്തിന്റെ 7 മണി കഴിഞ്ഞുള്ള സമയത്താണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സാർ, നമുക്ക് പാട്ടിന്റെ ലോഞ്ചിലേക്ക് തന്നെ കിടക്കാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനൗൺസ് ചെയ്തത്, നമ്മൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും അറിയിച്ചത് 7 മണിക്ക് പാട്ടുകളുടെ ലോഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. ശേഷിപ്പുകൾ സിനിമയുടെ വിദ്യാധരൻ മാഷ് മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ആദ്യ പാട്ട്, അത് ഏത് പാട്ടാണ് സാർ ലോഞ്ച് ചെയ്യണമെന്ന് ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്? വിദ്യാധരൻ മാഷിന്റെ മധുബാലകൃഷ്ണന്റെ പാട്ടാണ്. നമുക്ക് സിത്താരം പാടിയിട്ടുണ്ട്. 2 പാട്ട് ഫേവറാണ്. എന്നാലും മധുബാലകൃഷ്ണൻ ഞാനോട്ടുള്ളൊരു പേഴ്സണൽ ബന്ധമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ജോയൽ ജോസ് എന്ന് പറഞ്ഞ ആളുടെ മധുബാലകൃഷ്ണന്റെ ഏകദേശം 10 വർഷമായിട്ട് ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് വളരെ ഇതോടുകൂടി വന്ന് ചെയ്തു തന്നൊരു പാട്ടാണ്. അപ്പം നമുക്ക് ഒരിക്കലും ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിന് മൊമെൻറ്റ്സാണ്. പ്രത്യേകിച്ച് വിദ്യാധരൻ മാഷിൻ്റെ ഒരു സഹകരണം. വിദ്യാധരൻ മാഷിൻ്റെ സഹകരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല വിദ്യാധരൻ മാഷെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇതിൻ്റെ വരികൾ എഴുതിയത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ KS സോമേശ്വരൻ സാറാണ്. ആയും കൂടി കൃത്യത്തിലുള്ള ഒരാളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഈ പാട്ടുകൾ എഴുതിയത്. ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അദ്ദേഹവും മൂളിപ്പാട്ട് പാടിയിരിക്കുന്നത് വിദ്യാധരൻ മാഷിൻ്റെ കൽപ്പാന്തകാലത്തോളമാണ്. അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ യാത്രയിലൊക്കെ ഒന്നിച്ച് പോകുമ്പോഴത്തേക്കും ഈ കൽപ്പാന്തകാലത്തോളം എപ്പോഴും മൂളിപ്പാട്ട് പാടുന്ന ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസർ KS സോമേശ്വരൻ സാറിൻ്റെ മൂളിപ്പാട്ടിലൂടെയാണ്. അങ്ങനെ ഒരു സജഷൻ സാറിൻ്റെ വെച്ച് ശരിക്കും നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ശ്രമിച്ച് ഫോൺ നമ്പർ വിളിച്ച് വിദ്യാധരൻ മാഷിനെ വിളിക്കുകയാണ്. വിളിച്ച് ഫോണെടുത്ത് ഇതുമാതിരി ആവശ്യങ്ങൾ പറഞ്ഞ് നേരി കാണാൻ വേണ്ടി പറഞ്ഞ് ചെന്നു, പാട്ടുകൾ കൊടുത്തു. വളരെ വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ ഡയറക്ടർ തന്നെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഒരു ആത്മബന്ധങ്ങളുമായി. കാരണം സിനിമയെക്കുറിച്ച് രാവിലെയോ വൈകിട്ടോ എപ്പോഴേലും വിളിച്ചിട്ട് അപ്ഡേറ്റ് ചോദിക്കാത്തൊരു ദിവസം പോലും ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഏത് ദിവസവും അദ്ദേഹം ലൈനിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിൽ വരുമ്പോൾ മധുബാലകൃഷ്ണനോട് പറയുന്നു, മധുബാലകൃഷ്ണൻ വിദ്യാധരൻ മാഷിൻ്റെ എൻ്റെയും സൗഹൃദത്തിൻ്റെ പേരിൽ വന്ന് പാടിത്തുന്നൊരു പാട്ടാണ് നമുക്ക് ആദ്യം ലോഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അത് ആ പാട്ടിൻ്റെ ടൈറ്റില് മൗനമധുരമായി. ഓക്കെ, എന്തായാലും ആ പാട്ട് തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നു. പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈ പാട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണെങ്കിൽ, അതിപ്പോൾ വിദ്യാധരൻ മാഷിലേക്ക് എത്തിയ കഥ പറഞ്ഞു, ഇതുപോലെ തന്നെ റെക്കോർഡിങ്ങിന് സമയത്തോ അല്ലെങ്കിൽ ആ പാട്ട് ചിത്രീകരണ സമയത്തോ ഒക്കെ ഉള്ള ഓർമ്മകൾ കൂടി പറഞ്ഞാൽ ഗംഭീരമായി. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഈ ഒരു പാട്ടിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലൈമാക്സിൽ വിദ്യാധരൻ മാഷിൻ്റെ വോയിസോട് കൂടി തന്നെ ഇതിൻ്റെ അത് ഒരു അനുപല്ലവി ചരണോട് കൂടി കയറിപ്പോണമെന്നാണ് ആഗ്രഹം. വിദ്യാധരൻ ഈ കവിത കേട്ടപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു അക്ഷരങ്ങൾ പോലും മുറിച്ച് മാറ്റാതെ അദ്ദേഹം വളരെയധികം ആ കവിത ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ് ഇത് പാട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച പോരാ, പാട്ട് തന്നെ വേണം എന്നും പറഞ്ഞ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് ഈ പാട്ട് വന്നത്. മധുബാലകൃഷ്ണൻ വരുന്നു. അദ്ദേഹം വളരെ തിരക്കുണ്ടായിട്ട് പോലും വിദ്യാധരൻ മാഷിൻ്റെ പാട്ടും അല്ലെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ പേരിൽ മധുബാലകൃഷ്ണൻ വരുന്നു. 4-5 പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാണ് അദ്ദേഹം അവിടെ എത്തി ഈ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ഒരു സെമി ക്ലാസിക്കൽ പാട്ടാണ്. അപ്പോൾ അതുമായിട്ട് മധുബാലകൃഷ്ണൻ വളരെയധികം ജോയിൻ ചെയ്ത് മാനസികമായിട്ടും എല്ലാം നല്ലതായിട്ട് ജോയിൻ ചെയ്ത് അദ്ദേഹം തന്നെ ഒരു എൻജോയ്മെൻറ്റ് ചെയ്ത് പാടിയൊരു പാട്ടാണെന്നാണ് മധുബാലകൃഷ്ണൻ പിന്നീട് വിളിച്ച് പറഞ്ഞതും ഞങ്ങൾ സംസാരത്തിലേക്ക് വന്നത് വിദ്യാധരൻ മാഷ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കേൾക്കാൻ പോവാണ് സർഗക്ഷേത്ര 89.6 FM നമ്മളുടെ സ്വന്തം ശേഷിപ്പുകൾ സിനിമയിലെ ആദ്യ ഗാനം മൗനമധുരമായി. അതാണ് പാട്ടിൻ്റെ ടൈറ്റില്. KP പ്രസാദ് സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. വിദ്യാധരൻ മാഷ് മ്യൂസിക് ചെയ്ത സിനിമ. ഈ പാട്ടിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് KS സോമശേഖരൻ സാറാണ്. പാട്ടിലേക്ക് പോകാൻ നമുക്ക്. ഈ പാട്ട് ഒരു കലക്കം പാട്ട് തന്നെയാണ്. സേതുവാണ് കൂടെ. ഇത് ഹാപ്പി അവേഴ്സ് ആണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം.
മൗനം മധുരമായി മനസ്സിന്റെ മൊഴിയായി വാക്കിനുമപ്പുറം വാചാലമിഴിയായി കാണുന്നൊരേ കനവിന്റെ ചിത്രങ്ങൾ മായ്ച്ചാലും മായാതെ ഉണരുന്ന സ്വപ്നങ്ങൾ മൗനം മധുരമായി മനസ്സിന്റെ മൊഴിയായി വാക്കിനുമപ്പുറം വാചാലമിഴിയായി മുരളിയിൽ നീ ചേർത്ത രാഗങ്ങൾ ഏഴിതൾ പൂവായി വിടർന്നു നിന്നു. ഹൃദയമുരളിയിൽ നീ ചേർത്ത രാഗങ്ങൾ ഏഴിതൾ പൂവായി വിടർന്നു നിന്നു. മൃദുതാളമായി നീ പതിയെ തുടിച്ചപ്പോൾ അതിൽ നിറയുമാക്കണങ്ങൾ നീ അറിഞ്ഞോ. രാഗരസസാഗരം ചാരുസ്വരമേളനം അലിയുമൊരു തരളമാം മൃദുമന്ത്രണം. അലിയുമൊരു തരളമാം മൃദുമന്ത്രണം. മൗനം മധുരമായി മനസ്സിന്റെ മൊഴിയായി വാക്കിനുമപ്പുറം വാചാലമിഴിയായി. തരളമാം ഒരു നേർത്ത തെന്നലിൽ ഉർവരഭൂമിയും ഉണർന്നു നിന്നു. മൃദുല തരളമാം ഒരു നേർത്ത തെന്നലിൽ ഉർവരഭൂമിയും ഉണർന്നു നിന്നു. പ്രതിരൂപമായി നീ തനിയെ തെളിഞ്ഞപ്പോൾ മുകിൽ ചിറകേറി വരും നീലമരാളം. പ്രതിരൂപമായി നീ തനിയെ തെളിഞ്ഞപ്പോൾ മുകിൽ ചിറകേറി വരും നീലമരാളം. മുകിൽ ചിറകേറി വരും നീലമരാളം. മൗനം മധുരമായി മനസ്സിന്റെ മൊഴിയായി വാക്കിനുമപ്പുറം വാചാലമിഴിയായി കാണുന്നൊരേ കനവിന്റെ ചിത്രങ്ങൾ മായ്ച്ചാലും മായാതെ ഉണരുന്ന സ്വപ്നങ്ങൾ. മൗനം മധുരമായി മനസ്സിന്റെ മൊഴിയായി വാക്കിനുമപ്പുറം വാചാലമിഴിയായി. 89.6 FM സർഗക്ഷേത്ര. Happy Hours. Happy Hours. ശേഷിപ്പുകൾ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ഇങ്ങനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി അവേഴ്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ശേഷിപ്പുകൾ സിനിമയുടെ സംവിധായകൻ KP പ്രസാദ് സാറാണ്. സാർ ഇങ്ങനെ മധു ബാലകൃഷ്ണൻ ചേട്ടൻ പാടിയ പാട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ആ പാട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞ് അതേപോലെ തന്നെ വിദ്യാധരൻ മാഷിലേക്ക് എത്തിയ ഓർമ്മകളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ നമുക്കിനിപ്പോൾ അടുത്ത പാട്ട് ലോഞ്ച് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യ പാട്ട് കേട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, നല്ല പാട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അധികം നമ്മൾ
നമ്മൾ അവരെ കാത്തിരിപ്പിൽ ആക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ സിത്താര ചേച്ചി പാടിയ പാട്ടും കൂടി കൊടുത്തേക്കാം. അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് പറയും, എൻ്റെ വരികൾ എഴുതിയതിനെ കുറിച്ചും അതിൻ്റെ ഒരു സന്ദർഭം സിനിമയിൽ എവിടെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തൊക്കെയാണ് സേതു? അത് ഞാനത് നമ്മളൊരു ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു ഗാനങ്ങളുടെ രചയിതാവ്. അതായത് അദ്ദേഹം ഞാൻ പറഞ്ഞു എനിക്കൊരു അമ്മപ്പാട്ടിനോട് തോന്നുന്ന ഒരു ചേച്ചിപ്പാട്ട്, അമ്മയുടെ മാനസികാവസ്ഥയുള്ള ഒരു ചേച്ചി അനിയത്തെക്കുറിച്ച് പാടുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞു. ഈ ഒരു ആശയം തന്നെയാണ് ഞാൻ വിദ്യാധര മാഷോട് പറഞ്ഞത്. അമ്മപ്പാട്ട് ആണ്, പക്ഷേ ചേച്ചിയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ അനുസൃതമായ രീതിയിൽ വരികൾ സോമശേഖർ സാർ എഴുതി. വിദ്യാധര മാഷിന് ആ കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട്, കാരണം അമ്മയുടെ മനസ്സ് തോന്നുന്ന ചേച്ചിപ്പാട്ട്. സിത്താരയുടെ വോയിസ് തികച്ചും ആപ്റ്റായിട്ട് തോന്നിയുകൊണ്ട് വിദ്യാധര മാഷ് തന്നെയാണ് സിത്താരയുടെ പേര് പറഞ്ഞത്. നമുക്കും സിത്താരയിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഇതിലല്ല, കാരണം വെച്ചാൽ അത്രയും ഇതായിട്ട് നിൽക്കുന്ന തിരക്കിലൊക്കെ നിൽക്കുന്നതാണല്ലോ. വിദ്യാധര മാഷ് വിളിക്കുന്നു, സിത്താര സമ്മതിച്ചു. സിത്താരയുടെ ഒരിക്കലും വേറൊന്നും സംസാരിക്കേണ്ടി വന്നില്ല, ചേച്ചിപ്പാട്ടാണ്. സിത്താരയും ഇതുപോലെ തന്നെ പദങ്ങളും വരികളും സംഗീതവും എല്ലാം വളരെയധികം എൻജോയ് ചെയ്ത്, വളരെയധികം ആത്മാർത്ഥപരമായി എൻജോയ് ചെയ്ത് പാടിയൊരു പാട്ടാണെന്ന് റെക്കോർഡിങ് കഴിഞ്ഞ് കൺസോൾ റൂമിൽ നിന്ന് വെളിയിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഉദ്ദേശം സാധിച്ചെടുത്തതിൻ്റെ ഒരു തൃപ്തി ഉണ്ടായത്. ടൈറ്റിൽ പകലെരിഞ്ഞു എന്നുള്ളതാണ്. കാരണം അവരുടെ സിത്താരനോട് ചോദിച്ചാൽ എന്താണ് സാറേ സിറ്റുവേഷൻ, ഞാൻ പറഞ്ഞു അസ്തമയം. ആ ഒരൊറ്റ വാക്കിൽ സിത്താര അത് ഉൾക്കൊണ്ട് ആ വരികൾ കേൾക്കുമ്പോൾ സേതുവിന് മനസ്സിലാവും സിത്താരയുടെ സൗണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാം കൂടെ കഴിക്കുമ്പോൾ മനോഹരമായ ഒരു പാട്ട് ആണ് എന്ന് സിത്താര പറയുമ്പം അത് എഴുതിയ ആൾക്കും അത് ആ പടം ആ പാട്ടുകൾ സീനിലേക്ക് ആക്കാൻ വേണ്ടി ഒരു സംവിധാനം എന്നുള്ള രീതിയിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സേതു. ഓക്കെ, സൂപ്പർ. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ മനസ്സിലായി. ഒരു ചേച്ചി അനിയത്തിയോടുള്ള മുഴുവൻ സ്നേഹവും പറയുന്ന ഒരു പാട്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ശേഷിപ്പുകൾ സിനിമയിലെ രണ്ടാമത്തെ പാട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന വിദ്യാധരൻ മാഷാണ്. ഒപ്പം തന്നെ ഈ ഒരു പാട്ടിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കെ എസ് സോമശേഖരൻ സാറാണ്. ഈ സിനിമ ശേഷിപ്പുകൾ സിനിമ സംവിധാനം ചെയ്ത KP പ്രസാദ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സിത്താര ചേച്ചി പാടിയ പാട്ട് ദേ വരുന്നു കാതുകളിലേക്ക്, പകലെരിഞ്ഞു. അതാണ് ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട്. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. നമ്മളിതേ ആ പാട്ടിലേക്ക് പോകുന്നു. ആ ഒരു ചേച്ചി പാട്ട് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്നത് ശേഷിപ്പുകൾ സിനിമയിലെ.
89.6 FM സർഗക്ഷേത്ര. Happy hours. Happy hours. നമ്മളങ്ങനെ രണ്ട് പാട്ടുകളും കേട്ടിങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം വിദ്യാധരൻ മാഷിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോഴേക്കും അത് അത്ര നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ എന്നും കേൾക്കാനായിട്ട് കൊതിക്കുന്നതാണ്. അല്ലെങ്കിൽ വിദ്യാധരൻ മാഷ് തരുന്ന ഓരോ പാട്ടുകളും നമുക്ക് ഒരേ മുത്താണ്, ഒരേ ജമ്മാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു പാട്ടിൻ്റെ, രണ്ട് പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചുകൾ നമ്മളിങ്ങനെ നടത്തി സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ കൂടെ ശേഷിപ്പുകൾ സിനിമയുടെ സംവിധായകൻ KP പ്രസാദ് സാർ ഇപ്പോഴും ഉണ്ട്. സോ നമുക്ക് ഇനിയിപ്പോൾ സാറിൻ്റെ ചില വർക്കുകളിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നുന്നു. ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ആൽബംസ് ഒരു പിടിയുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് അവാർഡുകളൊക്കെ ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ട് നേടിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തു. കാരണം 2023 ഒരു റൂട്ട് ഔട്ട് മിഷൻ 23 ടക്സിനെതിരായിട്ട് ചെയ്തതാണ്. ഒന്ന് രണ്ട് അവാർഡുകൾക്ക് കിട്ടാൻ തക്ക രീതിയിലുള്ള ഒരു അർഹത ഉണ്ടായി. ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എപ്പോഴും അതിശയാണ് ചെയ്തു. നമ്മുടെ മുന്നിൽ അതിശയത്തിലേക്ക് കടക്കാനുള്ള കടമ്പകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് കടമ്പകൾ കാണുന്നതാണ്. ഒന്നാമത് കാര്യം നമുക്ക് ഈ സപ്പോർട്ടുകൾ കിട്ടാത്തൊരു അവസരങ്ങൾ വരും പല സ്ഥലത്തുനിന്നും. പിന്നെ തന്നെയല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടമല്ല. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ, അല്ല എനിക്ക് ഇന്നതാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സൊസൈറ്റി ആയിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ എനിക്ക് നടനാകണം, അല്ലെങ്കിൽ എനിക്ക് സംവിധാനമാണെന്ന് പറയും, ആ ഒരു മേഖലയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരോട് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അപ്പോൾ ചെറുപ്പം മുതലേ മനസ്സിൽ കടന്നിരിക്കുന്ന ഒരു കടന്നുകൂടിയ, അറിയാതെ കടന്നുകൂടിയ സങ്കല്പം അതിശയമാണ് സിനിമയെന്നും. അങ്ങനെ വന്ന് സിനിമ സംസാരിക്കുന്ന, അതായത് ഞങ്ങളുടെ ഒരു ടീനേജിൽ, വളരെ ഓപ്പണായിട്ട് പറയാം, വളരെ ടീനേജിൽ സിനിമ മാത്രം സബ്ജക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ MS വേദാനന്ദ്, അദ്ദേഹം ഇപ്പം സിനിമാ മേഖലയിലുണ്ട്. ഒരു പടം ചെയ്ത് കഴിഞ്ഞു, മിത്തെന്ന് പറഞ്ഞ പടം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇപ്പോൾ ഒരു പടം എൻ്റെ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സിനിമ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ടോക്കിംഗ് ഉണ്ടാവുള്ളൂ. ഈ MS സുനിൽകുമാർ, രാജീവ് രവീന്ദ്രൻ മാന്നളംകാരനാണ്, പിന്നെ രഘുനാഥ് എന്ന് പറഞ്ഞ നമ്മുടെ പാലാക്കാരൻ. ഞങ്ങളുടെ ടീനേജിൽ ഒരു 18-20 വയസ്സ് തൊട്ട് ഒരു 25-26 വയസ്സ് വരെ പ്രണയമോ കാര്യങ്ങളൊന്നുമില്ല, സിനിമ മാത്രം. അത് നല്ല സിനിമകൾ കാണാൻ വേണ്ടി ഒരുപാട് യാത്രകൾ, ഒരുപാട് അലച്ചിലുണ്ടായിട്ടുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടും ഒരു 80-85 കാലഘട്ടത്തിൽ. കാരണം നമുക്കൊരു ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകുന്നൊരവസ്ഥ, അല്ല ഒരു എഴുത്തുകാരൻ്റെ സിനിമ കാണാൻ വേണ്ടി അന്ന് നടന്മാർക്ക് വലിയ പ്രാധാന്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കമ്പനിയുടെ പേരിൽ, ഇപ്പോൾ സെഞ്ചുറി ഫിലിംസ്, അല്ല 7 Arts ഫിലിംസ്, ജൂബിലി പിക്ചേഴ്സ്, ആ പിക്ചേഴ്സിൻ്റെ പേരിൽ നമുക്ക് ധൈര്യമായിട്ട് സിനിമ തീയിട്ട് പോകാമായിരുന്നു. അതിനു ശേഷം പിന്നീട് വന്നൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എഴുത്തുകാരിലേക്ക് വന്നു. അതിൽ ഭരൻ സാറ്, പത്മരാജ് സാറ്, ജോൺ അബ്രഹാം, അടൂര്, അരവിന്ദ്, പവിത്ര സ്വരൂപ്പ്, പവിത്രൻ ജയൻ, അങ്ങനെ നിൽക്കുന്ന ഒരാളും, പിന്നെ നമുക്ക് മനസ്സുകൊണ്ടും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരുന്നിരിക്കുന്ന ഇത് CB മലയിൽ, ഓറഞ്ചിലേക്ക്. അപ്പം അതിൽ ലോകദാസ്, അല്ല അങ്ങനത്തെ എഴുത്തുകാർ എഴുതുന്ന ഏത് സിനിമയും കാണാൻ വേണ്ടിയൊരു മാനസികാവസ്ഥ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ നടന്മാരിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടമാണ് നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ എത്തണം എന്നൊരു തോന്നുന്നുണ്ടാക്കിയത്. അതിൽ നല്ല നല്ല സിനിമകളുണ്ട്, ഒരുപാട് നല്ല നല്ല സിനിമകൾ കണ്ട് ആ ഒരു അനുഭവം മനസ്സിലേക്ക് കടക്കുന്നുണ്ട്, ആഗ്രഹം കണ്ടത്. അതിന് കാലഘട്ടം ഒരുപാട് എടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ആദ്യം ചെയ്തൊരു ആൽബം എന്ന് വെച്ചാൽ ഒരു പ്രണയരാവ് എന്നും പറഞ്ഞാണ്. അത് ഞങ്ങൾ ഫ്രണ്ട്സിലാണ് ഓടിച്ചതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി നല്ലൊരു പാട്ടും സിറ്റുവേഷനായിരുന്നു. പിന്നെ രാവോളം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തു. പിന്നെ ഞാൻ ഗുഡ് വിൽ എൻ്റർപ്രൈസസിന് വേണ്ടി ഈണപ്പൂക്കളം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തു. പിന്നീടാണ് ഷോർട്ട് ഫിലിമിലേക്ക്. ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്ന ശേഷിപ്പുകൾ എന്ന സിനിമയിലേക്കാണ്. ഈ ഷോർട്ട് ഫിലിമിന് അവാർഡ്സ് എന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയായിരുന്നു? നമുക്ക് അതിനകത്ത് എഴുതിയത് എൻ്റെ വൈഫാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ വൈഫാണ് രതി. ഫാമിലിയുടെ സപ്പോർട്ടാണ് ഒരു പക്ഷേ എനിക്ക് ഇപ്പോഴെങ്കിലും, കാരണം വേറെ രീതിയിലുള്ള ഒരു അശ്വസ്തകളും തരാതെ എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും എഴുതാനും ഒക്കെ തോന്നുന്ന സമയത്തൊക്കെ 2 മണി 3 മണി ആയാലും എഴുന്നേറ്റ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വൈഫ് എഴുതും എന്ന് പറയുമ്പോൾ തന്നെ വൈഫിനും ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് വൈഫിന് വളരെ വലിയ ആഗ്രഹം ഉണ്ടാവും, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പാർട്ട്ണർ സിനിമ ചെയ്യണം എന്ന്. തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഇപ്പൊ സാറിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവും വൈഫ് എന്ന് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാനും വൈഫും എൻ്റെ മോൻ നിരഞ്ജൻ, ഞങ്ങൾ 3 പേരാണ് ഡിസ്കഷൻ. ഈ 3 ഡിസ്കഷൻ ചെയ്യുമ്പോഴത്തേക്ക്, കാരണം 3 പേര് ഡിസ്കഷൻ, അതിപ്പോൾ രാത്രി 12 മണി 2 മണി 3 മണി ഒന്നുമില്ല. അപ്പം എനിക്ക് ഒരു തോന്നുമ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ആളാണ് ഫാമിലി. അങ്ങനെ വൈഫിൻ്റെ ഒരു ഇതിലാണ് റൂട്ട് ഔട്ട് മിഷൻ്റെ ഒരു സ്ക്രിപ്റ്റ് വന്നത്. അത് ചെയ്ത് ഇപ്പം നമ്മൾ മീഡിയ സിറ്റി ട്രിവാൻഡ്രം മീഡിയ സിറ്റിയുടെ അതിന് സ്ക്രിപ്റ്റ് റൈറ്ററിനുള്ള അവാർഡുണ്ട്, ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡുണ്ട്,
എനിക്ക് ഫോട്ടോഗ്രാഫി ചെയ്തത് ജയകൃഷ്ണൻ, ശേഷിപ്പിൻ്റെയും ഫോട്ടോഗ്രാഫർ അദ്ദേഹമാണ് ജയകൃഷ്ണൻ, റെഡ് മീഡിയ കോട്ടയം എന്ന് പറയും. പിന്നെ അതിൻ്റെ ഒരു BGM ചെയ്ത അനിൽ ബീറ്റ്സ്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിനും അവിടെ ഉണ്ടായിരുന്നു. സൂപ്പർ. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്താൽ മാത്രം പോരാ, അത് ഒരുപാട് പേരിലേക്ക് എത്തുകയും വേണം. ഇനിയിപ്പോൾ നല്ലത് ആണെങ്കിൽ അതിന് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നല്ല അവാർഡുകളും കിട്ടണം. അപ്പോൾ സന്തോഷം ഇരട്ടിക്കും. തീർച്ചയായിട്ടും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ആൽബത്തിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വരുന്നൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് 4 അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സത്യമാണ്. ഇനിയിപ്പോൾ നാട് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം തന്നെയാണ്. എന്താണ് നാട്ടുകാരോട് എന്താണ് പറയാനുള്ളത് നമ്മളുടെ സ്വന്തം ഈ ഒരു ശേഷിപ്പുകൾ എന്നുള്ള സിനിമയെക്കുറിച്ച്? അതിൻ്റെ കൂടെ എവിടെയാണ് താമസിക്കുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞ് നമുക്കൊന്നൊന്ന് അതിനകത്തോടെ ഒന്ന് ടച്ച് ചെയ്ത് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ചെയ്തു. നാട് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് മാതളം തന്നെയാണ്. മാതളം തൊട്ട് താഴെയുള്ള കൈപ്പഴ. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി ദൂരസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈപ്പഴ എന്നുള്ള ഒരു പേര് ചിലപ്പോൾ റീകൺസിഡർ ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് മാന്നാനാണ്. മാന്നാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു വർഷം ചിലപ്പോൾ മാന്നാനെന്നാണ്. വീട് പിടിച്ചിരിക്കും മാന്നാനെന്ന്. മാന്നാനത്ത് തൊട്ട് താഴെ. ഞാനിവിടെ സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ മോനിപ്പോൾ അവിടെയാണ് പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ മാന്നാനം കൈപ്പഴെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. സർഗക്ഷേത്ര തൊട്ട് താഴത്ത് തന്നെയാണ്. എന്തായാലും ഈ സിനിമയെ കുറിച്ച് കൂടി ഒന്ന് പറയൂ. ഒരു 1 ലൈൻ പറയാൻ പറ്റുമോ? കാരണം ഞാൻ ഈ പ്രമോദ് വെളിയനാടിയേട്ടൻ്റെ ഫോട്ടോസ് ഒരുപാട് ഞാൻ കണ്ടിരുന്നു, പോസ്റ്റേഴ്സിന് ഒരുപാട് കണ്ടിരുന്നു. അദ്ദേഹം ഒരു മങ്കി ക്യാപ്പൊക്കെ വെച്ച് നിൽക്കുന്ന, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തവണ ഞാനിത് കണ്ടു ഞാൻ ഇതിനോടകം. അപ്പോൾ എന്താണ് ആ കഥാപാത്രം? അതൊന്ന് പറയാമോ? എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് പ്രമോദ് വെളിയനാട് ഭായിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഒരു ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് ഞാനും എൻ്റെ പ്രൊഡ്യൂസർ സോമസൻ സാറും കൂടി ചെല്ലുന്നു, ആവശ്യങ്ങൾ പറയുന്നു. വളരെ, കാരണം പ്രമോദ് വെളിയനാടിനെ പോലെ ഒരാൾ അത്രയും കൂളായിട്ട് ഒന്ന് സഹകരിക്കും നമ്മൾ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. പക്ഷെ അദ്ദേഹം വളരെ ഇതായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ച് വളർന്നു വരണ്ട, അല്ലെങ്കിൽ മലയാളത്തിന് ആവശ്യകത ഉള്ളൊരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം. കാരണം അത്ര സിമ്പിൾസിറ്റിയാണ്, അത്ര സിമ്പിളാണ്. ദുരന്തങ്ങൾ ചെയ്തു നമുക്ക് ജീവിതത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഒരവസരം ഉണ്ടാവാം. ഒരു ദുരന്തത്തിൽ നിന്ന് വേറെ ദുരന്തത്തിലേക്ക് പോകും, അതിന് സാക്ഷിയാകേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ് പ്രമോദ് വെളിയനാട് ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുവാണ്, കാഴ്ചക്കാരുടെ മുന്നിൽ സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെടുവാണ്. അവിടുന്ന് ഇപ്പം നമുക്കൊരു നീതി, എനിക്കിപ്പം ഞാൻ വേറൊന്നും പറഞ്ഞല്ല, കാരണം എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുന്ന ഒരു നീതി ചിലപ്പം എനിക്ക് നീതി വ്യവസ്ഥ ഞാൻ തള്ളി പറയുന്നതല്ല എൻ്റെ അത്, കാരണം അങ്ങനെ കിട്ടാനുള്ള വഴികളില്ല. പക്ഷെ എനിക്ക് എൻ്റെ ജന്മത്തിൽ എനിക്കൊരു നീതി ചെയ്യണം, എനിക്കൊരു നീതി വേണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം എൻ്റെതായ റൂട്ട് ഞാൻ ചിന്തിക്കും, പ്രവർത്തിക്കും. അങ്ങനെ നടക്കുന്ന ഒരു അനീതി കണ്ടിട്ട് കണ്ണ് മൂടിക്കൊണ്ട് പോകാൻ പറ്റാത്തടത്ത് സ്വയമായിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊരു നീതി നടപ്പാക്കൽ, അത്രേ ഉള്ളൂ. കാരണം ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. അന്ന് എന്നും ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ ജനങ്ങൾ. പറച്ചിലും പേപ്പറിലും എഴുത്തിലും ഒക്കെ അവർ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ആ സ്വാതന്ത്ര്യത്തിൽ ഒരു സ്വതന്ത്ര എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല, പറയാൻ പറ്റും. കാലഘട്ടം എത്ര പുരോഗമിച്ചാലും എന്തെല്ലാം രീതി വന്നാലും അങ്ങനെ ദുരന്തം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്കിട്ട് ഒരു തുണയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പ്രമോദ് വെളിയനാട് ചെയ്തിരിക്കുന്നത്. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേരും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, മാക്കാൻ. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ സിനിമയ്ക്ക് വൻ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. സിനിമ തകർക്കട്ടെ, സിനിമയെ തേടി ഒരുപാട് അവാർഡുകൾ എത്തട്ടെ, സിനിമയെ തേടി ഒരുപാട് പ്രശംസകൾ എത്തട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ സാർ, സന്തോഷം സാർ സംസാരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ചെയ്തു. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു ഫീലാണ് തോന്നുന്നത്. കാരണം മാന്നാനം സ്റ്റെപ്പുകൾ ഏകദേശം 5 വർഷത്തോളം സ്റ്റെപ്പുകൾ കയറി വന്ന് പഠിച്ചിട്ട് വന്നു. ഇന്നിപ്പോൾ വന്നപ്പോഴത്തേക്കല്ല, ഞാൻ വരാറുണ്ട് മിക്കവാറും. പിന്നെ ഇതിലേക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇവിടെ ചേർത്തു. എനിക്ക് പറയാതിരിക്കാൻ പറ്റും, നമ്മുടെ ഷാജി അച്ഛൻ എന്ന് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് എനിക്ക് ഫാദർ സിജോനെ പരിചയപ്പെടുത്തി തന്നതും. ഞാനൊരു ആവശ്യമായിട്ട് വന്ന് ഇതുമാതിരി ഒരു ഇതായിട്ട് ഇരുകൈ നീട്ടി മനസ്സറിഞ്ഞ് സപ്പോർട്ട്. കാരണം സ്വന്തം നാട്ടിലെ ആ ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ ഒരു അർഹത കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഒരു അതിശയം തന്നെയാണ്. പിന്നല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കാണണമെന്നും അല്ലെങ്കിൽ അത് അറിയണമെന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ്, അല്ലേ? അപ്പൊ അത് എന്തായാലും നാട്ടുകാർ ഗംഭീരമായിട്ട് ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സിനിമ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, വൻ വിജയമാവട്ടെ, അവാർഡുകൾ തേടിയെത്തട്ടെ, പ്രശംസകൾ തേടിയെത്തട്ടെ. ശേഷിപ്പുകൾ സിനിമയുടെ റിലീസ് ഡേറ്റും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് നമ്മുടെ ഹാപ്പി അവേഴ്സിലൂടെ. കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് ശേഷിപ്പുകൾ സിനിമയുടെ ഡയറക്ടർ KP പ്രസാദ് സാറാണ്. നമ്മൾ 2 പാട്ടുകൾ ലോഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഈ പാട്ടുകൾ രണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സർഗക്ഷേത്ര 89.6 FM കാതോരം എത്തുന്നുണ്ട്. പുത്തൻ
പുത്തൻ പാട്ടിലൂടെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുക. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഒരുപാട് സന്തോഷം സേതു. താങ്ക് യു. 89.6 FM സർഗക്ഷേത്ര.